കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ത്രിദിന കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് വനഗാരിയുടെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘമാണ് കേരള സന്ദർശനത്തിനെത്തുന്നത്. കമ്മീഷൻ മുമ്പാകെ കേരളത്തിന്റെ ആവശ്യങ്ങൾ മുൻകൂട്ടി അവതരിപ്പിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തിയതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. 16ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി സംസ്ഥാനങ്ങളിലേക്കുള്ള പഠനയാത്രകളുടെ ഭാഗമായാണ് കമ്മീഷൻ അംഗങ്ങളുടെ 3 ദിവസത്തെ കേരള സന്ദർശനം. വൈകുന്നേരം കുമരകത്തെത്തുന്ന സംഘം നാളെ രാവിലെ തിരുവാർപ്പ്, ഐമനം പഞ്ചായത്ത് പ്രദേശങ്ങൾ സന്ദർശിക്കും. തുടർന്ന് കോവളത്തെത്തുന്ന കമ്മീഷൻ അംഗങ്ങൾ ചൊവ്വാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മന്ത്രിസഭാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ കെ.എൻ. ഹരിലാൽ, വ്യാപാര വ്യവസായ പ്രതിനിധികൾ എന്നിവരുമായും ചർച്ച നടത്തും. 5 വർഷ കാലയളവിൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ഭരണഘടനാപരമായ സാമ്പത്തിക പിന്തുണ സംബന്ധിച്ച തീർപ്പുകൾ നിശ്ചയിക്കുകയാണ് ധനകാര്യ കമ്മീഷന്റെ ചുമതല. 2026 ഏപ്രിൽ 1 മുതലാണ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമുള്ള ധനവിഹിതങ്ങൾ സംസ്ഥാനത്തിന് ലഭ്യമായി തുടങ്ങുക. കേന്ദ്രത്തിന് ലഭിക്കുന്ന നികുതി വരുമാനത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം 50% ഉയർത്തണമെന്നാണ് കേരളത്തിന്റെ നിലപാട്. നിലവിൽ 41% സംസ്ഥാനത്തിന് ലഭിക്കുന്ന വിഹിതം. ഇതിനു പുറമെ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തോട് കേന്ദ്രം അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കണമെന്നും കേന്ദ്ര ധനകാര്യ കമ്മീഷന് സമർപ്പിക്കുന്ന മെമ്മോറാണ്ടത്തിൽ പരാമർശമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. ആജ്ഞ, ഗുഡ് മോർണിംഗ്. കേന്ദ്ര സംഘം കേരളത്തിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയിലാണ് സംസ്ഥാനം? ഗുഡ് മോർണിംഗ് അശ്വതി. കേന്ദ്ര സംഘം കേരളത്തിലേക്ക്, അതായത് കേരളത്തിൻ്റെ ധനവിഹിതവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇതുമായി വിഭാവനം ചെയ്യുന്നത്. സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായും കൂടിക്കാഴ്ച നടത്തും. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ധനകാര്യ കമ്മീഷന്റെ മുൻപാകെ വെക്കാനുള്ള മെമ്മോറാണ്ടം, അതല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിലാണ്, അതല്ലെങ്കിൽ എത്ര ശതമാനമാണ് കേരളത്തിന് വിഹിതം വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെ സംസ്ഥാനത്തിന്റെ, അതായത് കേന്ദ്ര നികുതിയുടെ 41% ഇതുവരെ സംസ്ഥാനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 50% ഉയർത്തണമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. 50% ഉയർത്തണമെന്നാണ്. മാത്രമല്ല, പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് നേരത്തെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രത്യേക കേന്ദ്ര ഫണ്ട്, അത് എല്ലാ വർഷവും NDRF ഫണ്ട്, അത് SDRF ഫണ്ടായി, NDRFിന്റെ ഭാഗമായി SDRF ഫണ്ട് ആയി വിഹിതമായി നൽകുന്നതാണ്. പക്ഷേ അത് കേരളത്തിലെ മുഴുവൻ ദുരന്തങ്ങൾക്കും വേണ്ടി, അത്രയും ദുരന്തങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി, കേരളത്തിൽ എവിടെ ദുരന്തം ഉണ്ടായാലും അതെല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തുകയാണ് അനുവദിക്കുന്നത്. പക്ഷേ പ്രത്യേക സാഹചര്യങ്ങൾ, വയനാട് ഉരുൾപൊട്ടൽ പോലെയും ഒക്കെയുള്ള സാഹചര്യങ്ങളിൽ, പ്രളയം ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മീറ്റ് ചെയ്യാൻ പ്രത്യേക ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യം കൂടി കേരളം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കോടതി ഇതുമായി ബന്ധപ്പെട്ട വയനാടിൻ്റെ പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ സംസ്ഥാനത്ത് നൽകിയിട്ടുള്ള വിഹിതം എവിടെ, അതായത് കേന്ദ്രം നൽകിയിട്ടുള്ള വിഹിതം എന്തുകൊണ്ടാണ് സംസ്ഥാനം വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഉപയോഗപ്പെടുത്താത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. പ്രശ്നം നടന്ന് 4 മാസം കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്താണ് ഇങ്ങനെ വിമുഖത കാണിക്കുന്നതെന്നുള്ള ചോദ്യം കഴിഞ്ഞ ആഴ്ച ചോദിച്ചതിന് ശേഷമാണ് സംസ്ഥാനത്തോട് കഴിഞ്ഞ ദിവസം കോടതി ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതേ സാഹചര്യം തന്നെ, അതേ ആവശ്യങ്ങൾ തന്നെയാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷന് മുൻപാകെ മുൻപോട്ട് വെച്ചിരിക്കുന്നത്. മെമ്മോറാണ്ടം അത്തരത്തിലാണ് സൂചന നൽകുന്നത്. സംസ്ഥാനത്തിന് ദുരന്ത നിവാരണത്തിന് പ്രത്യേക ഫണ്ട്, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഫണ്ട് നൽകണം എന്നൊരാവശ്യം കൂടി, എന്നത് അനുതാപപൂർവ്വം പരിഗണിക്കണമെന്നുള്ള നിലയിലാണ് സംസ്ഥാനം മുന്നോട്ട് വെച്ചിരിക്കുന്ന മെമ്മോറാണ്ടത്തിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും 3 ദിവസം നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ ഈ കാര്യങ്ങൾ കൂടി, അത് സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2026 മുതലാണ് ധനകാര്യ കമ്മീഷൻ ഇപ്പോൾ വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള ഫണ്ടുകൾ കേരളത്തിന് ലഭ്യമാക്കി തുടങ്ങുക. അശ്വതി. ശരി ആജ്ഞ.